السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സിം അക്കാദമിയിലെ പഠിതാക്കൾ, ഷെയ്ഖുന ഇല്ലാത്ത സിം കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അശക്തനാണ്. അള്ളാഹു അവിടുത്തെ ദർജയെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഹയാത്തിൽ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ ചാരത്ത് തന്നെ സുഖനിദ്രയിലാണ്. അള്ളാഹു താല സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ജീവിതം അടുത്ത് അറിഞ്ഞ ഒരു വ്യക്തിയാണ് സാധുവായ ഞാൻ. എപ്പോഴെല്ലാം ഇങ്ങോട്ടേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നോ അപ്പോഴെല്ലാം ഞാൻ കുറച്ച് അകന്ന് നിൽക്കും. കാരണം ഹിബത്തുള്ള തങ്ങളുടെ ഹയാത്ത് കാലത്ത് മഹാനവറുടെ അടുക്കലേക്ക് വരുമ്പോൾ യൂസുഫുൽ ഖാദിരി തങ്ങൾ കാണിച്ചിട്ട് എന്നോട് പറയായിരുന്നു, കൂടുതൽ അടുക്കേണ്ട കേട്ടോ, കുറച്ച് ഗൗരവമുള്ളതാണ് എന്ന് യൂസുഫുൽ ഖാദിരി തങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നിഴല് പോലെ ഞാൻ പാണാവള്ളി ഉസ്താദിനെ നോക്കി കാണാറുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കൂട്ടത്തിലുള്ളവര് കണ്ണൂര് കാട്ടാമ്പള്ളിയിൽ ക്ലാസ്സിൽ പങ്കെടുത്തവര് ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയ. അതബ് കേടാണെന്ന് മനസ്സിലാക്കരുത്. നമ്മളെ അഷ്റഫി സക്കാഫി ഉസ്താദെല്ലാം ഉണ്ട്. ഇനി ഒത്തിരി ആളുണ്ട്. ഫസ്റ്റ് ക്ലാസ് നടക്കുന്ന ആ സംഗമത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനൊരു വാക്ക് പറഞ്ഞിരുന്നു, 10 വർഷം എന്നിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം വാങ്ങിച്ചോളൂ എന്ന്. സാധുക്കളായ നമ്മളെല്ലാം വിചാരിച്ചത് 10 വർഷം കഴിഞ്ഞാൽ ഉസ്താദ് ഈ സിമ്മിന്റെ ക്ലാസ് നിർത്തുമെന്നായിരുന്നു. 2026 10 വർഷം തികഞ്ഞു നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഒരുപക്ഷെ അല്ലാഹു തആല നാവിലൂടെ ആദ്യമായി കൊണ്ട് നമ്മെ അറിയിച്ചതായിരിക്കും. പലപ്പോഴും പല യാത്രകളിലും തൊട്ടടുത്ത് തന്നെ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സിം 4 പൂർത്തിയാക്കി എൻ്റെ ശരീക്കന്മാർക്ക് അറിയാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഓരോ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മോട് പറയും ബഗ്ദാദിലേക്ക് പോകണം. അന്നുള്ള ശിഷ്യന്മാർ കാശ് കയ്യിലുണ്ടായിട്ടൊന്നല്ല. ബഗ്ദാദ് ഫേസ് 3 കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു മദീനയിലേക്ക് പോകണം. അവിടെ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം. അതുപോലെ തന്നെ പെട്ടെന്ന് മദീനയിലേക്ക് പോയി അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ കണ്ടതിൻ്റെ അപ്പുറം ഒരു ശൈഖുനുണ്ടായിരുന്നു. ഒരിക്കൽ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു ഹാജാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒന്ന് പോകണം. ഞങ്ങളെല്ലാവരും പോയി. ഹാജാ തങ്ങളുടെ ഷെയ്ഖ് അവിടുത്തെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം അവിടെ എത്തി. റൂമെല്ലാം ആദ്യം ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ നമ്മളവിടെ എത്തുമ്പോഴത്തേന് അതിനേക്കാൾ വില കൊടുത്തപ്പോൾ ഏജന്റ് എന്താക്കി, ആ റൂമെല്ലാം മറ്റുള്ളവർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ പെട്ടെന്ന് റൂമൊന്നും കിട്ടിയില്ല. എങ്കിലും പെട്ടെന്ന് നമ്മളെല്ലാം ഒന്ന് പ്രയത്നിച്ചുകൊണ്ട് റൂമെല്ലാം ശരിയാക്കി. സാധുവായ ഞാനെല്ലാം പോയിട്ട് AC റൂം എടുത്തത്. അങ്ങനെ ഷെയ്ഖുനാക്ക് റൂം കിട്ടിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ വന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിലത്ത് ഒരു ചെറിയ ഒരു ബെഡ്ഷീറ്റ്, കട്ടിയുള്ള ബെഡ്ഷീറ്റ്, ഒരു ചെറിയ കിടക്ക, അത് ഇട്ടിട്ട് ഷെയ്ഖുനുണ്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു മേലെ റൂം റെഡി ആയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം എന്നോട് പറഞ്ഞത്, മുണ്ടക്കയം ഉസ്താദിന് നല്ലൊരു റൂം എടുത്തു കൊടുക്കുക. മുണ്ടക്കയം ഉസ്താദിനെ നിങ്ങൾ എന്താക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. മുണ്ടക്കയം ഉസ്താദിന് നല്ലൊരു റൂം എടുത്തു കൊടുത്തേ. ഹാജാ തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് ഞാൻ കട്ടിലിൽ കടന്നിട്ടില്ല എന്ന് പറഞ്ഞു.
എത്ര വലിയ അദബാണ് അവിടെ കാണിച്ചത്. അന്ന് ഖാദിമായി നിന്നത് അലി ഹൈദർ ഉസ്താദാണ്. എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ കിടക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദ് ഞാൻ മേലെ കിടക്കാം. അലി ഹൈദർ ഉസ്താദ് ഇരുന്നു ഖാദിമായിട്ടുണ്ടായത്. അന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ല. പിറ്റൊന്ന് സുബഹിൻ്റെ മുമ്പ് എന്നോട് അവിടെ പോവാൻ പറഞ്ഞു. പോയ സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാം പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹു തആല വലിയ ദർജ ജീവിതത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനിയും അല്ലാഹു തആല ഒത്തിരി ഉയരങ്ങളിലേക്ക് മഹാനവറുകളെ ദർജ എത്തിക്കുമാറാവട്ടെ. ഏറ്റവും ലാസ്റ്റ് ഞാൻ ചുരുക്കുകയാണ്. കഴിഞ്ഞ ഖാദിരിയ മജ്‌ലിസിന്റെ സമയത്ത് എൻ്റെ പ്രസംഗം ശ്രവിച്ചവർ ഇതിലുണ്ടാവും. ഞാൻ ഉംറ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കായിരുന്നു വന്ന് ഷെയ്ഖുനാനെ കണ്ട് ആ കാലെല്ലാം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. സ്റ്റേജിൽ നിന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഷെയ്ഖുനാന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ചോദിച്ചു, എന്താ മോനെ വിഷമോ? എനിക്ക് മരിച്ചു പോകുന്നതിനൊന്നും വിഷമല്ല, ആരിലേക്കും അനാഥമാവരുത്. നമുക്കറിയാം, ചികിത്സക്ക് പോകുന്നതിൻ്റെ മുമ്പ് മഹാനവറുകളുടെ വീട് സ്ഥലം വിൽപ്പനക്ക് വെച്ചിരുന്നു. യൂട്യൂബിൽ മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചോദിച്ചു എന്തിനാണെന്ന്. ദാറുൽ ഹിക്മന് കുറച്ച് ബാധ്യതയുണ്ട്, അത് വീട്ടിയിട്ട് പോവാലോ. പിന്നീട് വഫാത്തിന് ശേഷം കമ്മിറ്റി ഭാരവാഹികളായ നമ്മൾ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദിൻ്റെ എല്ലാം നേതൃത്വത്തിൽ കൂടിയിട്ട് വീട് വിൽക്കേണ്ടതില്ല, അതിന് മറ്റൊരു വഴി നമുക്ക് തേടിപ്പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുക. ആ ജീവിതം മുഴുവൻ നമുക്കറിയാം. വഫാത്തിൻ്റെ അന്ന് ഇവിടെ വന്നവർക്കറിയാം, ഇവിടുത്തെ മഹല്ല് ഖതീബ് പ്രസംഗിച്ചത് കാശ് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് പോയ വ്യക്തിയാണ് ഈ കിടക്കുന്നത് എന്നാ പറഞ്ഞത്. ഒരുപാട് സിമ്മിന്റെ ക്ലാസ്സിലേക്ക് പോവാൻ കഴിയാതെ നീര് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്തും എന്താ നമ്മൾ മാറ്റി വെക്കണോ എന്നെല്ലാം നൗഷാദ് സഖാഫിനോട് ചോദിക്കും. എന്നിട്ട് അടുത്ത ദിവസം പറയും മാറ്റി വെക്കണ്ട, നമുക്ക് പോവുക, കാരണം കിട്ടിയത് നമുക്ക് ദാറുൽ ഹിക്മന് വേണ്ടിയിട്ട് ചെലവഴിക്കാമെന്ന്. ആ മഹാനവറുകൾ പടുത്തുയർത്തിയ ഈ സ്ഥാപനം നമ്മൾ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും ഇവിടെയുണ്ട്. അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദുമാരായ നിങ്ങളോട്, എൻ്റെ നഫ്സിനോട് ഞാൻ ഒരു കാര്യം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഞാൻ ചികിത്സയിൽ ഇറങ്ങിയത്. അന്ന് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ആടൂർ ബീരാൻകുട്ടി ഉസ്താദ് അന്ന് എന്നോട് പറയുന്ന കാര്യമുണ്ട്, മോനെ ചികിത്സക്ക് പോയിട്ട് എത്ര കിട്ടിയെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും അന്നത്തെ കാലം ആ കിട്ടിയ കാശ് പറയും. എന്നാലേ നാളെ ഒരു പെണ്ണുങ്ങൾ വരും, വാർദ്ധക്യത്തെത്തിയ പ്രായമുള്ള പെണ്ണുങ്ങൾ വരും, ആ പെണ്ണുങ്ങൾക്ക് അതങ്ങ് കൊടുത്തേക്കെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം നോക്കും ഉസ്താദ് വരാൻ പറഞ്ഞതായിരിക്കും, ഞാനതങ്ങ് കൊടുക്കും. ഒന്നും ഉണ്ടാവില്ലേ, ഒന്നും കയ്യിലില്ല, ഉള്ളതെല്ലാം അങ്ങ് എടുത്തു കൊടുക്കും. അപ്പോൾ ഉസ്താദ് പറയും 1-2 പ്രാവശ്യം കൂടെ നിങ്ങൾ വരണം കേട്ടോ എന്ന് പറയും. അങ്ങനെ 1-2 പ്രാവശ്യം വന്ന് ആ കിട്ടിയതും കൊടുത്ത് അവരോട് പറയും ഒരു പശുവിനെ വാങ്ങിച്ചോ, എന്നിട്ട് അത് കറന്ന് കിട്ടിയ പാല് കൊണ്ട് ജീവിച്ചോ എന്ന് പറയും. ഇന്നും കണ്ണൂര് കാടാച്ചിറടുത്ത് ആടൂര് പോയി അവരിൽ നിന്ന് വലിയ സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ്. അവർക്കെല്ലാം ഉസ്താദ് ഓരോ പശുവിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഉസ്താദ് പറയും ഈ ചികിത്സയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പൈസയും അഹലുകാരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോകരുത്. അത് എന്തെങ്കിലും ഒരു ദീനീ സംരംഭത്തിലോ അല്ലെങ്കിൽ വാർദ്ധക്യം എത്തിയവരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇത് തന്നെ ശൈഖുനാൻ ഒരിക്കൽ എഴുതിക്കൊണ്ട് ഞാൻ ഏർവാടിയിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഇരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടിയതിൻ്റെ ഒരു കാശിൻ്റെ എന്തെങ്കിലും ഒരു വിഹിതം ഒരു ദീനി സംരംഭത്തിന് വേണ്ടിയിട്ട് മർക്കസിനാവാം, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തുന്ന സ്ഥാപനത്തിനാവാം, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനത്തിനാവാം, പള്ളിയിലുള്ള 1 മാസത്തെ കറണ്ടിന്റെ ബില്ലാവാം, എന്തെങ്കിലും ഒന്ന് ഉസ്താദുമാരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ മുന്നിൽ ദാറുൽ ഹിക്മ തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് ബഹുമാനവറുകൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഒരു വഫാത്തായ സമയത്ത് ഒത്തിരി ഉസ്താദുമാർ എന്നെ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തന്നെ എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. തങ്ങളെ പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ.
തങ്ങൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഉസ്താദിനെ കണ്ടുമുട്ടിയ സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ കടങ്ങൾ മുഴുവനും വീടി ഇപ്പൊ ഞാൻ വലിയ റാഹത്തിലാണ്. അംസുത്താദ് എന്നെല്ലാം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. ഈ അനുഭവം ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാവാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. നിങ്ങളിങ്ങനെ ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്തിയിട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ചികിത്സ തുടങ്ങാത്തവര് ചികിത്സക്ക് പോകുന്ന ആരെങ്കിലും ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. അവരുടെ കീഴിൽ പോയാൽ മതി. നമ്മളെ പ്രായമൊന്നും നോക്കണ്ടെന്നേ. ചിലപ്പോൾ ആ ചികിത്സ നല്ല ഉഷാറായവർ ഇൽമു കുറച്ച് കുറഞ്ഞവരായിരിക്കും, അതായത് വെറും സനതുള്ളവരായിരിക്കും. പോകേണ്ടവർ ചിലപ്പോൾ മുദരിസമാരായിരിക്കും. ദറസൊന്നും നഷ്ടപ്പെടുത്തിയിട്ട് ആരും പോകാനും നിൽക്കരുത്. അങ്ങനെ അവരൊപ്പം കൂടി ഒരു തെജിരിബത്ത് ഉണ്ടാക്കി മെല്ലെ നമ്മൾ ചികിത്സയിലേക്ക് ഇറങ്ങണം. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരു ഗുണം കിട്ടിയാൽ ആ കിട്ടിയ കാശിൽ നിന്ന് ദാറുൽ ഹിക്കമിലേക്ക് എന്തെങ്കിലും കൊടുത്താൽ, അതുകൊണ്ട് ഒരു കുട്ടി ഇൽമു പഠിച്ചാൽ അത് നമുക്ക് വലിയ നേട്ടമാകും. അല്ലാഹു തആല അതിനെല്ലാം നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.